പ്രീമിയം ടാക്സ് ക്രെഡിറ്റ്, PTC. PTC എന്ന് പറഞ്ഞ പ്രീമിയം ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, ദ പ്രീമിയം tax credit is in place to assist taxpayers who could not otherwise afford insurance. ഇൻഷുറൻസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രീമിയം ടാക്സ് ക്രെഡിറ്റ്. Taxpayers may qualify for the premium tax credit if their gross income is, അതായത് 100% to 400% ഇൻകം സ്കെയിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രീമിയം ടാക്സ് ക്രെഡിറ്റ്. ഇൻഷുറൻസ് കവറേജ് വേണ്ട, അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതിന് താല്പര്യമില്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പ്രീമിയം ടാക്സ് ക്രെഡിറ്റ്. അതായത് 100 to 400 ഈ ഒരു റേഞ്ചിൽ ഇൻകം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് PTC അല്ലെങ്കിൽ പ്രീമിയം ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Then premium tax credit is also known as PTC. Yes, is a refundable credit that helps eligible individuals and families cover the premium for health insurance purchased through health insurance marketplace. Health insurance marketplaceലൂടെ ഇപ്പോൾ ഒരു PTC അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പർച്ചേസ് ചെയ്ത ഇൻഡിവിജ്വൽസിനോ അവരുടെ ഫാമിലീസിനോ റീഫണ്ടബിൾ ക്രെഡിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ എത്ര എമൗണ്ട് ആണോ അടയ്ക്കുന്നത് അത് റീഫണ്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യും. അതിനാണ് റീഫണ്ടബിൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് PTC എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണം. ആ ഫോമിന്റെ പേരാണ് ഫോം 8962. ഓക്കെ, കുറെ ഫോംസ് ഉണ്ട്, മാറിപ്പോവരുത്. ഫോം 8962 ഇസ് ഫോർ പ്രീമിയം ടാക്സ് ക്രെഡിറ്റ് ആണ്. സോ നമ്മൾ നേരത്തെ ഒരു ഫോം പഠിച്ചായിരുന്നു, കിഡ്നി ടാക്സ്. അതേതായിരുന്നു കിഡ്നി ടാക്സിന്റെ ഫോം? 8615. ഓക്കെ, സോ പ്രീമിയം ടാക്സ് ക്രെഡിറ്റിന്റെ ഫോം ആണ് 8962. സോ നമുക്ക് സാധാരണ ഇൻഷുറൻസ് കവറേജിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റഡ് അല്ല, അതിന് നമ്മൾ അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ 100 to 400% ഇൻകം റേഞ്ചിൽ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് PTC അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ PTC എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും? We can purchase through health insurance marketplace. ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ PTCയുടെ പ്രത്യേകത എന്താ? റീഫണ്ടബിൾ ക്രെഡിറ്റ് ആണ്. നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റീഫണ്ട് ആയിട്ട് കിട്ടും. സോ റീഫണ്ടബിൾ ക്രെഡിറ്റ് കിട്ടും. അത് കൊടുക്കേണ്ട ഫോം, കാണിക്കേണ്ട ഫോം ഏതാണ്? ഫോം 8962. ഓക്കെ, then you are eligible for the premium tax credit if you meet all the following requirements. 4 റിക്വയർമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഹാവ് ഹൗസ് ഹോൾഡ് ഇൻകം ദാറ്റ് ഫോൾസ് വിത്തിൻ എ സെർട്ടൻ റേഞ്ച്. അതായത് ഒരു പ്രത്യേക റേഞ്ച്, ഇപ്പോൾ പറയുവാണ് ഒരു $1,000 വരുന്ന എല്ലാവർക്കും ഹൗസ് ഹോൾഡ് ഇൻകം ആണ്. ഓക്കെ, ഹൗസ് ഹോൾഡ് ഇൻകം ദാറ്റ് ഫോൾസ് വിത്തിൻ എ സെർട്ടൻ റേഞ്ച്. സോ ഒരു സെർട്ടൻ റേഞ്ചിനുള്ളിൽ പെടുന്ന എല്ലാവർക്കും PTC അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡു നോട്ട് ഫയൽ എ ടാക്സ് റിട്ടേൺ യൂസിങ് ഫയലിംഗ് സ്റ്റാറ്റസ് മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി. സോ മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി ഉള്ളവർക്കാണ് ഇത് കിട്ടുക, സെപ്പറേറ്റ്ലി ഉള്ളവർക്ക് കിട്ടില്ല. അത് റിമെമ്പർ ചെയ്യുക. ഓക്കെ, മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ കിട്ടൂല, മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി വേണം. അതുപോലെ തന്നെ നമുക്കൊരു ഹൗസ് ഹോൾഡ് ഇൻകം ഉണ്ട് ദാറ്റ് ഫോൾസ് വിത്തിൻ എ സെർട്ടൻ റേഞ്ച്. ഒരു സെർട്ടൻ റേഞ്ചിന്റെ ഉള്ളിൽ പെടുന്ന ഇൻകം ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ആ റേഞ്ച് പഠിച്ചു, എത്രയാ? 100 to 400. അതിലും മേലെ ഇൻകം വന്നാൽ നമുക്ക് PTC കിട്ടില്ല. ഓക്കെ, PTCക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് PTCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ ഡിപ്പെൻഡന്റ് ബൈ അനദർ പേഴ്സൺ. വേറൊരാളുടെ ഡിപ്പെൻഡന്റ് ആണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈങ് പേഴ്സൺ ആണെങ്കിൽ PTC കിട്ടൂല. ആൻഡ് ദ ലാസ്റ്റ് വൺ, മീറ്റ് ദിസ് അഡീഷണൽ റിക്വയർമെന്റ്സ്. ഓക്കെ, അതായത് സെയിം മന്തിൽ നമ്മുടെ ഫാമിലിയിൽ വേറൊരാൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ട് എങ്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഒരു മന്തിൽ ഒരാൾക്കേ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ 4 പേരുണ്ട്. ഈ 4 പേരും ഒരേ മാസം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുത്തു കഴിഞ്ഞാൽ PTC കിട്ടില്ല. ഒരു മാസം ഒരാൾക്കേ പാടുള്ളൂ. ഓക്കെ, ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് അഫോർഡബിൾ കവറേജ് ത്രൂ ആൻ എലിജിബിൾ എംപ്ലോയർ സ്പോൺസർഡ് പ്ലാൻ ദാറ്റ് പ്രൊവൈഡ്സ് മിനിമം വാല്യൂ. And they are not eligible for coverage through government programs like Medicaid, Medicare, CHIP or TRICARE. ഇതൊക്കെ US-ലെ ഓരോരോ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്. ഓക്കെ, സോ ഗവൺമെന്റ് പ്രോഗ്രാം ആണ്. ആർ നോട്ട് എലിജിബിൾ ഫോർ കവറേജ് ത്രൂ എ ഗവൺമെന്റ് പ്രോഗ്രാം. ഗവൺമെന്റ് പ്രോഗ്രാംസ് കവറേജസിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. PTC എന്ന് പറഞ്ഞാൽ പ്രീമിയം ടാക്സ് ക്രെഡിറ്റ് ആണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഗവൺമെന്റ് ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PTC. ഓക്കെ, 100 to 400% ഇൻകം
റേഞ്ച് വരുന്നവരാണ് മെയിനായിട്ട് ഇത് ചൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി PTC നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 8962 എന്ന് പറയുന്ന ഫോമിൽ കാണിക്കണം. ഓക്കെ, നമ്മൾ ഏത് PTC ആണ് ചൂസ് ചെയ്തത്, എത്ര എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നതെന്ന് ഫോം 8962 കാണിക്കണം. ഇനി നമ്മൾ PTC അല്ലെങ്കിൽ പ്രീമിയം ടാക്സ് ക്രെഡിറ്റ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക? എവിടെ നിന്നാണ്? ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇത് നമുക്ക് റീഫണ്ടബിൾ ക്രെഡിറ്റ് കിട്ടും. മീൻസ് നമ്മൾ അടയ്ക്കുന്ന പൈസ നമുക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് തിരിച്ചു കിട്ടും, റീഫണ്ടബിൾ ആണ്. ഓക്കെ, സോ ഞാൻ PTC കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു സെർട്ടൈൻ റേഞ്ചിൽ ഉൾപ്പെടണം. അതായത് 100 to 400% വരെ ആയിരിക്കണം നമ്മുടെ ഇൻകം റേഞ്ച്. സെക്കൻഡ് വൺ, മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ PTC ഫയൽ ചെയ്യാൻ പറ്റില്ല. മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി തന്നെ ആയിരിക്കണം. നമ്മൾ ഒരുമിച്ച്, സ്പൗസ് ഒരുമിച്ച് വേണം ഫയൽ ചെയ്യാനായിട്ട്. ഓക്കെ. തേർഡ് വൺ, ഡിപ്പെൻഡന്റ് ആവാൻ പാടില്ല. ഡിപ്പെൻഡന്റോ ക്വാളിഫൈങ് പേഴ്സണോ ആവാൻ പാടില്ല. പിന്നെ വന്ന ചില സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രോഗ്രാംസിലുള്ള ഇൻഷുറൻസ് കവറേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു മാസം തന്നെ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ PTC സെലക്ട് ചെയ്താൽ PTC മാത്രമേ പാടുള്ളൂ. അല്ലാതെ എല്ലാ ഇൻഷുറൻസ് കവറേജും PTC എടുക്കാം, ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് കവറേജ് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ നിന്ന് പോയിട്ട് അവിടുത്തെ ഇൻഷുറൻസ് പോളിസി എടുക്കാം. അങ്ങനെയൊന്നും പറ്റില്ല. PTC ചൂസ് ചെയ്താൽ ഒൺലി ദാറ്റ് വൺ, PTC മാത്രം. അതും ഒരു മാസം ഒരാൾക്കേ പാടുള്ളൂ. ജോയിന്റ്ലി ആയിരിക്കണം, മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി ആവരുത്. 100 to 400% ഇൻകം ഉള്ളവർ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഇതിനുണ്ട്. പിന്നെ നമ്മൾ ആരുടെയും ഡിപ്പെൻഡന്റോ ക്വാളിഫൈങ് പേഴ്സണോ ആവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് PTC ചൂസ് ചെയ്യാം. 8962 എന്ന് പറഞ്ഞ ഫോമിൽ ഫയൽ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ക്ലിയർ? ഓക്കെ, so okay, let me ask one question. ഇപ്പൊ ഞാനൊരു പാരന്റ് ആണ്. ഓക്കെ, ഒരു കുട്ടിയുടെ പാരന്റ് ആണ്. എൻ്റെ കുട്ടിക്ക് ഒരു 21 വയസ്സുണ്ട്. ഓക്കെ, 21 വയസ്സുണ്ട്. ഒരു ഫുൾ ടൈം സ്റ്റുഡന്റ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് വേറെ ഇൻകം ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേരിൽ കുറച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഇൻകംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഹൈ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഞാനത് കുട്ടിയുടെ പേരിലേക്ക് മാറ്റി. എന്റെ ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ഇൻകം ഒക്കെ കുട്ടിയുടെ പേരിലേക്ക് മാറ്റി. കാരണം എന്റെ കുട്ടിക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുട്ടിയുടെ പേരിലേക്ക് ഞാൻ മാറ്റി. സോ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇവിടെ കുട്ടിയുടെ പേരിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ വേണ്ടയോ? ഏത് ടാക്സ് റേറ്റിലായിരിക്കും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം? ഏത് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക? എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞേ. കിഡ്നി ടാക്സ് ആണ്, ഫോം 8615 യൂസ് ചെയ്യണം. ഓക്കെ, ഏത് ടാക്സ് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക? കുട്ടിക്ക് വേറെ ടാക്സ് റേറ്റ് ആണോ, അതോ പാരന്റിന്റെ ടാക്സ് റേറ്റ് തന്നെ ആയിരിക്കോ? എവിടെ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? പാരന്റ്സ് മാർജിനൽ ടാക്സ് റേറ്റ്. പാരന്റിന്റെ ടാക്സ് റേറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കും കുട്ടിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി? ക്ലിയർ ആയോ? വേറെ ടാക്സ് റേറ്റ് അല്ല കുട്ടിക്ക് യൂസ് ചെയ്യുന്നത്, പാരന്റ്സിന്റെ ടാക്സ് റേറ്റ് തന്നെയായിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, കിഡ്നി ടാക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരന്റ്സിന് എക്സ്ട്രാ ഇൻകം വരുമ്പോൾ അത് കുട്ടിയുടെ പേരിലേക്ക് മാറ്റുന്നതാണ്. സോ പാരന്റ്സിന്റെ ടാക്സ് റേറ്റ് ഏതാണെന്നാണോ അത് തന്നെയായിരിക്കും കുട്ടിയുടെ പേരിലും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഫോം മാറുന്നേ ഉള്ളൂ. പാരന്റ്സിന്റെ 1040 ആണെങ്കിൽ കുട്ടിയുടെ 8615. ഓക്കെ, ഗുഡ്. ക്ലിയർ അല്ലേ? അത് ഡൗട്ട് ഇല്ലല്ലോ അവിടെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത്ര നാളും പഠിച്ചതെല്ലാം എല്ലാം ഓർമ്മയില്ലേ? മറന്നു പോയിട്ടുണ്ടോ? ഓക്കെ, സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.